ആൻഡ് ഇൻഡയറക്ട്ലി ഓവർ CMR എന്ന് പറഞ്ഞാൽ 125 കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്ന് പരസ്യമായി സംബന്ധിച്ച കമ്പനിയെ പരോക്ഷമായി നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് എന്ന് എഴുതി വെച്ചിരിക്കുന്നതും രാഷ്ട്രീയം ആണെന്ന് സമ്മതിക്കാം. എല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സമ്മതിക്കാം. എല്ലാം അന്വേഷണം വരുന്നതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാം. പക്ഷേ അപ്പോഴും അടിസ്ഥാനമായൊരു ചോദ്യം അവിടെയുണ്ട്. ഈ പറയുന്ന കരിമണൽ കടത്തുന്ന അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്നു പറയപ്പെടുന്ന ഒരു കമ്പനി നാടിൻ്റെ മുഖ്യമന്ത്രിയുടെ പരിസ്ഥിതി മന്ത്രിയുടെ മകൾക്ക് 1.25 കോടി രൂപ കൊടുത്തത് എന്തിനാണ് എന്ന ചോദ്യമുണ്ട്. അവിടെ എന്താണ് വിദഗ്ധോപദേശം കൊടുത്തു എന്ന് പറയുകയാണെങ്കിൽ കരിമണൽ മാർക്കറ്റിങ്ങിൽ ഒരു പരിചയമില്ല ടെക്സാലോജി കൊടുത്തു എന്ന് പറയലും MS ഓഫീസും ടാലിയും എക്സലും പോലെയുള്ള ഏത് ഓഫീസിലുമുള്ള സാധാരണ സോഫ്റ്റ്വെയറിന്റെ മെയിൻ്റനൻസ് 1.25 കോടി രൂപ വാങ്ങിച്ചു എന്ന വിദണ്ഡവാദമല്ലാതെ കൃത്യമായ കാരണം മുസ്തഫ ആ മറുപടിയിൽ തീരും ഈ എൻ്റെയർ സാങ്കേതികത എൻ്റെയർ ചർച്ച. മുസ്തഫ ഹാഷ്മി, താങ്കൾക്ക് ഞാനിനി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടയിൽ ചോദിക്കാനുണ്ടാവും. പക്ഷേ ഇടയിൽ ചോദിക്കരുത്. താങ്കൾക്കുള്ള ചോദ്യങ്ങൾ കരുതി വെക്കണം. ഒരു 3-4 മിനിറ്റ് ഫ്ലോ ആയിട്ട് സംസാരിക്കാൻ അനുവദിക്കണം. കാരണം താങ്കളും മറ്റു പാനലിസ്റ്റുകളെല്ലാം കൂടിയിട്ട് ഉന്നയിച്ച പ്രശ്നങ്ങളുണ്ട്. അതൊന്ന് പറഞ്ഞു തീർത്തിട്ട് താങ്കളുടെ ഇടയിൽ വരുന്ന സംശയങ്ങൾ ഉന്നയിക്കണം. അവസാനം താങ്കൾ പറഞ്ഞതിൽ നിന്ന് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. ഇവിടെ ഇപ്പോൾ വിധി പ്രഖ്യാപിക്കാനായിട്ടില്ല. ചില നിരീക്ഷണങ്ങൾ, ചില നിർദ്ദേശങ്ങൾ മോഡി സർക്കാരിൻ്റെ കീഴിലെ വിവിധ ഏജൻസികൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഇപ്പോൾ അന്വേഷണത്തിന് ചില സംവിധാനങ്ങൾ, ഇപ്പോൾ ഹൈക്കോടതിയുടെ തന്നെ നിർദ്ദേശപ്രകാരം കമ്പനികാര്യ വകുപ്പിന്റെ കേരളത്തിലെയും കർണാടകത്തിലെയും ചെന്നൈയിലെയും 3 ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. 4 മാസത്തെ സമയം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും കൊടുത്തിട്ടില്ല, 4 മാസമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് സമീപ ഭാവിയിൽ തന്നെ ആ അന്വേഷണ റിപ്പോർട്ട് വരും. EDO അല്ലെങ്കിൽ CBI അന്വേഷിക്കണമെന്ന് ഇപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ബാംഗ്ലൂർ ROC ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാർ, ഇപ്പോൾ BJPയുടെ പ്രതിനിധി പറഞ്ഞു, അവർ കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിലപാടെടുക്കും. വരട്ടെ. അങ്ങനെ അന്വേഷണങ്ങൾ നടത്തുന്നതിനെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ സ്വാഗതം ചെയ്തു. ഇന്ന് താങ്കൾ പറഞ്ഞ സഖാവ് AK ബാലന്റെ രാവിലത്തെ വാർത്താ സമ്മേളനത്തിലും അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. അന്വേഷിച്ച് കുറ്റക്കാരാണെങ്കിൽ നടപടിയെടുക്കട്ടെ എന്നും ഇന്ന് സഖാവ് AK ബാലൻ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോ കുറ്റക്കാരാണ് എന്ന് വിധിക്കാവുന്ന വിധത്തിലൊന്നും വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്? ഇതേ ബാംഗ്ലൂരിലാണ് മറ്റൊരു കേന്ദ്ര ഏജൻസി CPMന്റെ മറ്റൊരു നേതാവിന്റെ മകനെ 1 വർഷം ജയിലിൽ അടച്ചത്. അതും അങ്ങേയറ്റം പ്രമാദമായ കേസിൽ, സമൂഹത്തെ ആകെ ബാധിക്കുന്ന വിനാശകരമായ വ്യാപാരത്തിൽ CPMന്റെ നേതാവിന്റെ മകൻ ഏർപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് 1 വർഷം തടവിൽ വെച്ചത്. അന്നും ഹാഷ്മി, താങ്കൾ ഉൾപ്പെടെ ഒരുപാട് ഊക്കിൽ ഇതിനേക്കാൾ ഭീകരമായ പദപ്രയോഗങ്ങൾ നടത്തി ആ നേതാവിനെയും അദ്ദേഹത്തിന്റെ മകനെയും ആക്ഷേപിച്ചിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. 1 വർഷം കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിലെ കോടതിയുടെ വിധി വന്നു. ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, പറഞ്ഞിരുന്നു. താങ്കൾ ഇപ്പോ അന്ന് പറഞ്ഞിരുന്നു. എന്റെ കാര്യം എനിക്കറിയാം. എന്റെ കാര്യം ഉറച്ച ബോധ്യത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ തീർക്കട്ടെ. AK ബാലനെ ഇപ്പൊ ഇരുന്നിട്ട് കമ്പനിയുടെ PRO എന്ന് ആക്ഷേപിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കൂടെയുള്ള മറ്റ് പാനലിസ്റ്റുകളോട് പോലും അത് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതിൽ തെറ്റുണ്ടോ, അയാൾ PRO പോലെയല്ലേ ഉണ്ടായത് എന്നിപ്പോ ഒരു 10 മിനിറ്റ് മുമ്പ് പറഞ്ഞു വെച്ച താങ്കൾ കോടിയേരി ബാലകൃഷ്ണനോടും മകനോടും എന്തോ നീതി കാണിച്ചു. എന്തൊന്നും കാണിക്കണ്ട, അതെല്ലാം നമുക്കെല്ലാം സമൂഹത്തിന് ബോധ്യമുള്ള കാര്യം തന്നെയാണ്. എന്നിട്ട് ആ കേസിൽ ആ ചെറുപ്പക്കാരൻ കുറ്റവാളിയല്ല, അയാൾ നിരപരാധിയാണ് എന്ന് പറഞ്ഞ് വിധി വന്നപ്പോൾ നേരത്തെ നടത്തിയ ചർച്ചയുടെ ഒരംശം, 100-1 അത് കാണിക്കാനോ പറയാനോ തയ്യാറായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വികാരഭരിതനാവുന്നതും. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് കമ്പനിയുടെ പ്രതിയായിട്ടല്ല, നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് 24-ൽ നിന്ന് AKG സെന്ററിലേക്ക് വിളിച്ചിട്ട് എക്സാലോജിക്കിന്റെ പ്രതിനിധിയാണോ ആവശ്യപ്പെട്ടത്, CPMന്റെ പ്രതിനിധിയാണോ ആവശ്യപ്പെട്ടത്? ആരെ ആവശ്യപ്പെട്ടത്? താങ്കൾക്കതിൽ സംശയമുണ്ടോ? താങ്കൾക്കതിൽ സംശയമില്ലല്ലോ. എനിക്ക് സംശയമില്ല. എനിക്കതിൽ സംശയമില്ല. VP മുസ്തഫ CPMന്റെ പ്രതിനിധിയാണ്. എനിക്കതിൽ സംശയമില്ല. എനിക്കതിൽ സംശയമേ ഇല്ല. VP മുസ്തഫ CPMന്റെ പ്രതിനിധിയാണ്. എനിക്ക് സംശയമില്ല. അങ്ങേക്ക് സംശയമുണ്ടോ? താങ്കളും സഹ പാനലിസ്റ്റുകളും കൂടി അല്പം മുമ്പ് AK ബാലനെ പോലും പറഞ്ഞു വെച്ചത് എന്താ? കമ്പനിയുടെ പ്രതിനിധിയെ പോലെ എന്നാണ്. കമ്പനിയുടെ പ്രതിനിധിയെ പോലെ എന്ന് CPMന് വേണ്ടി പത്രസമ്മേളനം നടത്തിയ നേതാവിനെ ആക്ഷേപിച്ചയാളാണ് ചോദിക്കുന്നത് താങ്കൾക്ക് സംശയമുണ്ടോ എന്ന്. താങ്കൾക്ക് ഉൾപ്പെടെ അത് തന്നെയാ സംശയം. താങ്കൾ ഉൾപ്പെടെ പറഞ്ഞു വെച്ചത് അങ്ങനെ തന്നെയാ. ഞങ്ങളൊക്കെ സംസാരിക്കുന്നത് കമ്പനിക്ക് വേണ്ടിയിട്ടാണെന്ന്. കാര്യം എന്താ?
എക്സാലോജിക്കിന്റെ പേര് പറഞ്ഞിട്ടാ ചർച്ച നടക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയേണ്ടി വരില്ലേ? അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ എക്സാലോജിക്കിന്റെ PROയെ പോലെയാണ് എന്ന് പറയുന്നത് ആക്ഷേപിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാ എന്നിട്ട് ചോദിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് സംശയം ഉണ്ടോന്ന്? താങ്കൾക്ക് തന്നെയാ സംശയം. ശരി, ഇടപെടാതെ കേട്ടു. ശരി, ഞാൻ ഇടപെടാതെ കേട്ടു. താങ്കൾ തന്നെ പറഞ്ഞ ബിനീഷ് കൊടിയേരിയുടെ കേസ്, ബിനീഷ് കൊടിയേരിയുടെ കേസിൽ അന്ന് VPP മുസ്തഫ ഏതെങ്കിലും ചർച്ചയിൽ ഇരുന്നിട്ടുണ്ടോ? അന്ന് ഏതെങ്കിലും CPM പ്രതിനിധി ആ ദിവസങ്ങൾ ഇതുപോലെ ചർച്ചയിൽ വന്നിട്ടുണ്ടോ? അന്ന് പാവം കോടിയേരി ബാലകൃഷ്ണൻ രാജിവെച്ചൊഴിഞ്ഞില്ലേ? മക്കൾ ചെയ്യുന്ന കുറ്റത്തിന് അച്ഛൻ എന്ത് വിളിച്ചു എന്ന് ചോദിക്കേണ്ടി വന്നില്ലേ? CPM നേതാക്കൾ ഒന്നടങ്കം ബിനീഷ് കൊടിയേരിയെ കൈയൊഴിഞ്ഞില്ലേ? ഇപ്പൊ താങ്കൾ പറഞ്ഞ ഹൈക്കോടതി കുറ്റമുക്തനാക്കാൻ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ. അന്ന് ബിനീഷ് കൊടിയേരിക്കും കോടിയേരി ബാലകൃഷ്ണനും നൽകാത്ത നീതി എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടി വീരോചിതം വാദിക്കുന്നത് എന്നൊരു ചോദ്യമല്ലേ മുസ്തഫ? ഇത് തന്നെയാണ് താങ്കളുടെ ഒക്കെ വൈകൃതം നിറഞ്ഞ ചോദ്യം. അന്നും ഞങ്ങള് സഖാവ് കോടിയേരിക്ക് വേണ്ടി തന്നെയാണ് നിന്നത്. അന്നും സഖാവ് കോടിയേരിക്ക് വേണ്ടി ഒരു CPM പ്രതിനിധിയും ചർച്ചയ്ക്ക് വന്നിട്ടില്ല. അന്ന് സഖാവ് കോടിയേരി ബാലകൃഷ്ണന് വേണ്ടി ഒരു പ്രതിനിധിയും ചർച്ചയ്ക്ക് വന്നിട്ടില്ല മുസ്തഫ. അല്ല, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഒന്ന് പൂർത്തീകരിക്കാൻ സമ്മതിക്കണം. താങ്കൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ താങ്കൾ എന്തിനാ വികാരഭരിതനാവുന്നത്? താങ്കൾ എന്തിനാ ഇങ്ങനെ? നേരത്തെ എന്നോടായിരുന്നു ചോദ്യം, എന്തിനാ താങ്കൾ എന്തിനാ വികാരഭരിതനായിട്ട് ശബ്ദമുയർത്തുന്നത്? അപ്പൊ താങ്കൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ശരിയായ നഗ്ന സത്യങ്ങൾ ഇതാ ഇവിടെ തുറന്നു പറയുക. ആ നഗ്ന സത്യങ്ങൾ അനാവരണം ചെയ്യപ്പെടുമ്പോൾ വികാരഭരിതനായി താങ്കൾക്ക് മൈക്കുണ്ടെന്ന് കരുതി ശബ്ദമുയർത്തല്ല. അതുകൊണ്ട് ഒന്ന് സമാധാനിക്കൂ. കൃത്യമായിട്ട് തന്നെയാണ് സഖാവ് കോടിയേരി CPMന്റെ നേതാവാണ്. സഖാവ് ബിനീഷ് കോടിയേരി CPMന്റെ പ്രവർത്തകനും കൂടിയാണ്. SFI തൊട്ട് ഞങ്ങൾ അറിയുന്ന പ്രവർത്തകൻ തന്നെയാ. അതുകൊണ്ട് ബിനീഷിനും കോടിയേരിക്കും പാർട്ടി സംരക്ഷണം കൊടുത്തിട്ടുണ്ടോ എന്ന് വളരെ കൃത്യമായിട്ട് ആ കുടുംബത്തിനും അറിയാം, സമൂഹത്തിനും അറിയാം, ഇടതുപക്ഷ മനസ്സുകൾക്കും അറിയാം. ഒന്നുമല്ലെങ്കിൽ ബിനീഷ് കോടിയേരി പാർട്ടി പ്രവർത്തകനാണ്. ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് അല്ലേ? അദ്ദേഹം പാർട്ടി അംഗമാണ്. ആ പാർട്ടി അംഗത്തിന് വേണ്ടി അദ്ദേഹം ഈ പറയുന്ന പോലെ കള്ളക്കേസിൽ കുടുങ്ങിയ, പിന്നീട് കോടതി പറഞ്ഞല്ലോ കള്ളക്കേസാണ്, പക്ഷേ ED അതിൽ അപ്പീൽ നടക്കട്ടെ. കള്ളക്കേസിൽ കുടുങ്ങിയപ്പോൾ ആ ബിനീഷ് കൊടിയേരിക്ക് വേണ്ടി വീരോചിതം വാദിക്കാൻ ഒരു CPM പ്രതിനിധിയും AK സെന്റർ തന്നിട്ടില്ല മുസ്തഫ. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ അങ്ങനെയൊക്കെ എത്താം. അബിൻ വർക്കി ഇവിടെ അങ്ങയുടെ നേതാവ് VD സതീശൻ പറയുകയാണ്, അല്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, ഇത് ശരിയല്ല ഹാഷ്മി. ഞാൻ പറഞ്ഞ സത്യമാണ് ഹാഷ്മി, ശരിയല്ല. കാരണം താങ്കളൊക്കെ ഉന്നയിച്ച ചോദ്യത്തിന്റെ മറുപടി ബാക്കി കിടക്കുന്നത്രേ. ഞാൻ പറഞ്ഞത് സത്യമാണ് മുസ്തഫ. ശരിയല്ല. ഞാൻ പറഞ്ഞത് സത്യമാണ് മുസ്തഫ. ബിനീഷ് കൊടിയേരിക്ക് വേണ്ടി വാദിക്കാൻ ഒരു CPM പ്രതിനിധിയും ഉണ്ടായില്ല. അല്ല, അത് കള്ളമാണെന്നേ. സത്യമാണെന്നേ. സത്യമാണ്. ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിൽ ബിനീഷ് കൊടിയേരിക്ക് വേണ്ടി വാദിച്ച CPM നേതാവിന്റെ ഒരു പേര് പറയുവോ മുസ്തഫ? ഇത് ന്യായമല്ല. ആ കാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ രോഗകാലത്ത് ബിനീഷ് കൊടിയേരിക്ക് വേണ്ടി ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ വാദിച്ച ഒരൊറ്റ CPM നേതാവിന്റെ പേര് പറയുമോ മുസ്തഫ? ഒന്ന് VPP മുസ്തഫ തന്നെ. എവിടെയാണ്? ഏത് ചാനലിലാണ്? മുസ്തഫ ഇരുന്നത്? ഏത് ചാനലാണ് മുസ്തഫ ഇരുന്നത്? ഇത് കഴിഞ്ഞിട്ട് ആ ചർച്ചയ്ക്ക് CPM പ്രതിനിധികളെ വിടുന്നില്ല എന്ന് നിങ്ങളുടെ പാർട്ടി തീരുമാനമായിരുന്നു. ഞാൻ പറയട്ടെ, പറയാൻ അനുവദിക്കൂ. ഞാൻ അന്ന് സഖാവ് ബിനീഷ് കോടിയേരിക്ക് വേണ്ടി, അല്ലെങ്കിൽ സഖാവ് കോടിയേരിക്ക് വേണ്ടി അല്ല, CPMന് വേണ്ടി ആ വിഷയത്തിൽ സംസാരിച്ചതിന്റെ വീഡിയോ താങ്കൾക്ക് അയച്ചു തരാം. അത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഈ വെല്ലുവിളി ഉയർത്തുന്ന ഹാഷ്മി, അത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് CPMന്റെ ഔദ്യോഗിക തീരുമാനം ആ ചർച്ചയ്ക്ക് CPM പ്രതിനിധികൾ ഔദ്യോഗികമായി വിടേണ്ടതില്ല എന്നതായിരുന്നു മുസ്തഫ. ഇനി അതിനപ്പുറം താങ്കൾ ചർച്ചയ്ക്ക് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് കേൾക്കാം. ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ. താങ്കൾ ഇങ്ങനെ ഈ ഇടയിൽ കയറിയിട്ട് താങ്കൾ എന്തോ വലിയ സ്ഥാപിച്ചു എന്ന് ക്ഷമിക്കണ്ട. ഞാൻ ആ കാലത്ത് നടത്തിയ, ഞങ്ങൾ ഉൾപ്പെടെ പല CPM നേതാക്കളും, ഞാൻ മാത്രമല്ല പല CPM നേതാക്കളും നടത്തിയ ചർച്ചയുടെ വീഡിയോ പക്ഷെ ഇപ്പോ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് എടുത്തുതരാൻ കഴിയില്ല. ഇത് കഴിഞ്ഞിട്ട് 10 മണിക്ക് മുമ്പേ ഹാഷ്മിക്ക് ഞാൻ അയച്ചിരിക്കും. കഴിഞ്ഞ ദിവസം രാത്രി ഹാഷ്മി എന്നെ വിളിച്ചതുപോലെ
അത് കിട്ടിയാൽ വിളിക്കണം. ഞാൻ വിളിക്കും, ഉറപ്പായും വിളിക്കും. ഇന്നത്തെ വിഷയം ഇല്ല, താങ്കൾ മാത്രം സംസാരിച്ചോണ്ടിരിക്കരുത്. ഇന്നത്തെ വിഷയം താങ്കൾ മതിയ സമയം എടുത്തു. ഇന്നത്തെ വിഷയത്തിലേക്ക് വാ. ഒന്ന് പറഞ്ഞു പൂർത്തി, പെട്ടെന്ന് പറഞ്ഞു അല്ലല്ല, ഇന്നത്തെ വിഷയം പറഞ്ഞില്ല. പറയൂ. ഇന്നത്തെ വിഷയത്തിലേക്ക് വരണം. പറയൂ. ഇന്നത്തെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കേന്ദ്ര ഏജൻസികൾ മോഡി സർക്കാരിന്റെ കാലത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് താങ്കൾ ഉൾപ്പെടെ നേരത്തെ സൂചിപ്പിച്ചു. ഡൽഹി, ബീഹാർ, പിന്നെ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ, തമിഴ്നാട്ടിൽ കാർത്തി ചിദംബരത്തിനെതിരെ, ഇന്ന് സ്റ്റാലിനെതിരെ, കർണാടകത്തിൽ DK ശിവകുമാറിനെതിരെ എങ്ങനെയാണ് BJP വിരുദ്ധ പ്രതിപക്ഷ നേതാക്കളെ ഇന്ത്യയിലാകെ ഈ അന്വേഷണ ഏജൻസികൾ വേട്ടയാടുന്നത്? ആ വേട്ടയാടലിന്റെ ഭാഗമല്ലേ ശ്രീ പിണറായിക്കെതിരെയുള്ള ഈ നീക്കം? അത് കേരളത്തിൽ മാത്രം ഇഡിയും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളും നടത്തുന്നത് ന്യായം. അത് പിണറായി കള്ളനായതുകൊണ്ടാണ്. സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പ്രേരിതം. ഈ നിലപാട് ശരിയാണോ? ശരിയല്ല. മാത്രമല്ല, ശിവകുമാറിന് കിട്ടിയ പോലെ, കെജ്രിവാളിന് കിട്ടിയ പോലെ ഒന്നും നോട്ടീസ് കിട്ടിയിട്ടില്ല, കിട്ടാതിരിക്കട്ടെ. BJP വിരുദ്ധ മുന്നണിയുടെ പ്രധാന അന്വേഷണ ഏജൻസികളുടെ നീക്കമാണ്.